എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വന്തം നാട്ടിലാണ്. കുറേ ഭംഗിയുള്ള കാഴ്ചകളായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കാരണം ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ എനിക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഒരു ഭംഗിയും പച്ചപ്പും എനിക്ക് വേറെ എവിടെ ചെന്നാലും ഞാൻ മെൻ്റലി സാറ്റിസ്ഫൈഡ് ആവാറില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ നാടിൻ്റെ അത്രയും ഭംഗിയൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. ഒരു പക്ഷേ അഹങ്കാരം കൊണ്ടായിരിക്കാം, പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ആ ഒരു ഭംഗി നമുക്കും ആസ്വദിക്കാം. അപ്പോൾ നമ്മൾ വാഴാലിക്കാവിൽ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പം അമ്മ അവിടെ നിന്ന് പാമ്പുംകാവെന്ന് വിളക്ക് വെച്ചിട്ടാണ് വന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലും ചെറിയൊരു കാവുണ്ട്. പാമ്പുംകാവ് കുറച്ചപ്പുറത്താണ്, വേറൊരു സ്പേസിലാണ്. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ ആദ്യം താമസിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 7 വർഷം മുൻപ് വരെ നമ്മൾ ഇവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് പറമ്പ്. മീൻസ് ഈ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറുമ്പോൾ ഒരു 42 സ്റ്റെപ്പോളം വരുന്നുണ്ട്. ഈ സ്റ്റെപ്പ് 2 സൈഡും നമുക്കിങ്ങനെ കെട്ടി നിർത്തിയിട്ട് ഇങ്ങനെ പടവുകളായിട്ട് ഉള്ളതാണ്. കുറച്ച് വലിയ പടവ്, കുറച്ച് ചെറിയ പടവുകൾ. അങ്ങനെ വന്നിട്ട് മുകളിൽ ഒരു നല്ല ഭംഗിയുള്ള 2 നില ഓടിട്ട വീടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തട്ടിൻപുറമൊക്കെ ഉണ്ട്, നല്ല രസമാണ് അവിടെ ഇരിക്കാനൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്പേസാണ്. എനിക്കിവിടെ നിന്ന് പോകാനൊട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പോഴും നിനക്ക് എന്ത് വേണം എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അറം തമ്പുരാനിലൊക്കെ ചോദിക്കില്ലേ, അതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ആ ഒരു വീട് അവിടെ വേണം എന്നാണ്. കാരണം അത്രയും ഇഷ്ടമുള്ളൊരു സ്പേസാണ് എനിക്കിത്. പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നമ്മളിവിടെ നിന്ന് പോയോട് കൂടിയിട്ട് ഇപ്പോൾ ഇവിടെ ആ റബ്ബർ മരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ ആ ടാപ്പിങ് ചെയ്യാനുള്ള ചേട്ടന്മാരൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ആ ഒരു തിണ്ണയൊക്കെ ഇങ്ങനെ പൊട്ടി വന്നു. അവിടെ നിന്ന് കയറി ഇതാണ് നമ്മുടെ മുറ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിറയെ ചപ്പു മൂടിക്കിടക്കുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വീട് ഉണ്ടായിരുന്നത്. ആ തിണ്ണയ്ക്കൊന്നും പറ്റിയിട്ടില്ല. ഇത് അച്ഛൻ, അതായത് എൻ്റെ അച്ഛൻ്റെ കാലത്ത് ഉണ്ടാക്കിയ വീടാണ്. മണ്ണുപയോഗിച്ചിട്ടാണ്, മൺചുമരാണ് ഉണ്ടായിരുന്നത്. ഓടിട്ട വീട് ഉണ്ടല്ലേ. തിണ്ണയ്ക്കൊന്നും ഒരു കുഴപ്പവും വന്നിട്ടില്ല. പക്ഷേ ബാക്കി എല്ലാ വശവും ഓൾമോസ്റ്റ് ഇങ്ങനെ ഇടിച്ച് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലാണ് കിണർ വരുന്നത്. അവിടെ തന്നെ ഒരു കറുവപ്പട്ട മരം വരുന്നുണ്ട്. ഒപ്പം ഒരു പേരമരവും വരുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും അതിൽ നമുക്ക് പേരക്കായ കിട്ടുമായിരുന്നു. പക്ഷെ പേരക്കായ മരം ഇപ്പോൾ അവിടെ ഇല്ല. പകരം ഒരു പ്ലാവ് ഇപ്പോൾ അവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. പുതിയ മരമാണ് കേട്ടോ, മുൻപുണ്ടായിരുന്നതല്ല. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ പർപ്പസ് ഇവിടെ ഒന്ന് വിളക്ക് വയ്ക്കാനാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ആ പോകുന്ന വഴിയിൽ ഒരു ചെമ്പരത്തി കാണാൻ പറ്റും. ആ ചെമ്പരത്തി ഞാൻ നട്ട ചെമ്പരത്തിയാണ്. ഞാൻ ഇതിൽ നിന്നാണ് അമ്പലത്തേക്ക് മാല കെട്ടാനും പൂക്കളൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലതുപോലെ പൂക്കുന്നൊരു ചെമ്പരത്തി കേട്ടോ. ഞാൻ നട്ട ചെടികളിൽ ഏറ്റവും കൂടുതൽ പൂവുണ്ടായിരിക്കുന്ന ചെടി ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ റബ്ബർ മരങ്ങളുടെ ഇടയിൽ കൂടെ ചെറിയ കൊതുകടിയൊക്കെ കൊണ്ടിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ എന്നോട് ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, ഞാൻ റബ്ബർ പാൽ അല്ലെങ്കിൽ ചിരട്ടപ്പാൽ, ഒട്ടുപാൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നുള്ളത്. അതിതാണ് കേട്ടോ. ഈ തൂങ്ങി നിൽക്കുന്നതാണ് ഒട്ടുപാൽ. ഇതിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും. ആ ചിരട്ടയിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നതാണ് ചിരട്ടപ്പാൽ. ഇതാണ് റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ കൂടെ കിട്ടുന്ന ഒരു ഫീൽ. അത്യാവശ്യം നല്ല സ്മെല്ലും കൊതുകടിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ശരി, നമ്മളവിടെ എത്തി. നമ്മൾ ഇനി വിളക്കൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിക്കാം. കാരണം അത്യാവശ്യം നല്ലപോലെ സന്ധ്യയായിട്ടുണ്ട്. കാരണം ഇരുട്ടായി തുടങ്ങി, ചപ്പുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങാം. അതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ നമ്മുടെ അതിരാവിലെ എന്ന് പറയുന്നില്ല, കുറച്ച് വെയിലൊക്കെ ഉദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മഞ്ഞ് ചിലപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്ഥലമുണ്ടല്ലോ. അപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ട് ചെല്ലുന്ന സ്പേസും കണ്ടില്ല, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു ചെറിയൊരു തോട്, അതിന് നടുക്കൊരു ചെറിയ പാലം ഉണ്ട്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശരിയല്ലേ, എൻ്റെ ഗ്രാമം അല്ലെങ്കിൽ എൻ്റെ ഒരു നാട് അത്രയും ഭംഗിയല്ലേ കാണാനായിട്ട്. നമ്മളിവിടെ വന്ന് അവിടെ കുറേ പപ്പീസ് ഉണ്ട് കേട്ടോ. കാരണം അവിടെ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. നന്നായി നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മൾ വാഴാലിക്കാവിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു അമ്മാമ്മയുണ്ട്. അപ്പോൾ അമ്മാമ്മേനെ നമുക്ക് കാണണം. അപ്പോൾ അമ്മാമ്മയുടെ വീടും നമുക്ക് കാണിക്കാം. ഓൾമോസ്റ്റ് ഈ ഒരു വീട് പോലൊക്കെ തന്നെയായിരുന്നു എൻ്റെയും പഴയ വീടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് വരമ്പത്ത് കൂടെ കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ അമ്മമ്മ അവിടെ കൊപ്ര ഇരിക്കുകയാണ്. നല്ല വെയിലാണ്. പുള്ളിക്കാരി മാത്രമാണ് അവിടെ താമസിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള വീടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, കാണാൻ നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ ആരോ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കുകയാണ്. വയലൊരു മുറുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തുപ്പിക്കളഞ്ഞു പുള്ളി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ വീട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നതാണെന്ന്. പുള്ളി എന്നോട് ചോദിച്ചു, ഈ മണ്ട വീടോ എന്ന്. ഞാൻ പറഞ്ഞു, മണ്ട വീടൊന്നുമല്ല, നല്ല ഭംഗിയുള്ള വീടല്ലേ കാണാനെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, ഉവ്വ
ഇതാണോ ഷൂട്ട് ചെയ്യണത്, ഇതാണോ പടം എടുക്കണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ഭംഗിയുള്ളൊരു വീടല്ലേ, എല്ലാവരും കാണട്ടെ എന്ന്. അപ്പോൾ പുള്ളിയോട് പലരും വന്ന് ചോദിക്കാറുണ്ടെന്ന് ഇത് ഷൂട്ടിന് കൊടുക്കുമോ എന്നുള്ളത്. കാരണം നല്ല തണവുള്ള തിണ്ണയും തൂണും കണ്ടില്ല, നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഷൂട്ടിനൊന്നും കൊടുക്കണില്ല, കാരണം ഇത് അത്യാവശ്യം പ്രായമുള്ളൊരു വീടാണ്, കാരണം അവരോളം തന്നെ പ്രായമുള്ളൊരു വീടാണ്. അപ്പോൾ എല്ലാവരും കയറി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തട്ടി താഴെ വീഴുമെന്നാണ് പറയുന്നത്. സ്വാഭാവികം, കാരണം ആ ഒരു വീടിൻ്റെ അവസ്ഥ തന്നെ കണ്ടില്ലേ, കാരണം അവർ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, പോവാണ് എന്ന് പറഞ്ഞു. ഓ ശരി എന്ന് പറഞ്ഞു. കൊപ്പറ ഉണക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്നോട് പിന്നെ അധികം വർത്തമാനത്തിനൊന്നും നിന്നില്ല. കാരണം പുള്ളിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് മേഖലയല്ല വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്നുള്ളതൊന്നും. അപ്പോൾ ഞാനതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. പിന്നെ നമുക്ക് വാഴാലിക്കാലിലേക്ക് പോകുന്ന ആ ഒരൊറ്റ സൈഡ് അറ്റം വരെ നമുക്ക് കാണാൻ പറ്റുന്നത് നെൽപ്പാടങ്ങളും ചെറിയ ചെറിയ കുന്നുകളും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ അറ്റത്ത് നമുക്ക് നമ്മുടെ ശിവക്ഷേത്രം കാണാൻ പറ്റും. അതിന് നടുക്ക് വയലിന് നടുക്കൊരു മാടം കാണാൻ പറ്റും. അതായത് രാത്രി കാലങ്ങളിൽ നമ്മുടെ വയലിന് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആൾക്കാർ നിർമ്മിച്ചിരിക്കുന്നതാണ് കേട്ടത്. കാരണം ഇതാ കാണുന്നതാണ് നമ്മുടെ അമ്പലം. അവിടെ ആ ഒരു മാടത്തിൽ രാത്രി അവർ താമസിക്കും, ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് പുലർച്ചെ വരെ ആ ഒരു മാടത്തിൽ. അപ്പോൾ വന്യജീവികളിൽ നിന്നും മയിലുകളിൽ നിന്നും അല്ലെങ്കിൽ പന്നികൾ അങ്ങനത്തെ ഉള്ള വന്യജീവികളിൽ നിന്നൊക്കെ അവരുടെ ആ ഒരു വയൽ